അള്ളാഹുവിനെ അറിയാതെ റസൂലിനെ അറിയാതെ നമ്മുടെ പ്രിയപ്പെട്ട മക്കൾ പഠിച്ച് എവിടെങ്കിലും എത്തുന്നു എന്ന് പറയുന്നതിന് പകരം സ്വന്തം ഉമ്മയെ അറിയാതെ, സ്വന്തം ഉപ്പയെ അറിയാതെ, സ്വന്തം സഹോദരിയെയും സഹോദരനെയും അറിയാതെ, ആരാണ് സഹോദരൻ, ആരാണ് സഹോദരി, ആരാണ് ഉമ്മ, ആരാണ് വാപ്പ എന്നറിയാതെ, വാപ്പയെ അവഗണിച്ചുകൊണ്ട്, ഉമ്മയെ അവഗണിച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ പറക്കാൻ ശ്രമിക്കുകയാണ്. പ്ലെയിൻ പറത്താൻ നമുക്ക് പ്രാപ്തി ഉണ്ടായി. മലപ്പുറത്ത് നമ്മൾ ചരിത്രം സൃഷ്ടിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്ലെയിൻ പറത്തുമ്പോഴും നമ്മുടെ കുടുംബങ്ങളിൽ വിങ്ങിപ്പൊട്ടുന്ന, നമുക്ക് വേണ്ടി ജീവിച്ച ഒരു ചില കൽബുകളുണ്ട്. നമുക്ക് വേണ്ടി ഉറക്കമൊഴിഞ്ഞ് അവസാനം കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു പോവുകയും ചെയ്ത ചില കണ്ണുകളുണ്ട്. നമുക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ അന്യ വീടുകളിൽ ആരാന്റെ അടുക്കളപ്പണിയെടുത്തിട്ട് അഴുക്ക് ചാലുകളിൽ പോയി അത് വൃത്തിയാക്കിയിട്ട്, അവരുടെ കക്കൂസ് വൃത്തിയാക്കിയിട്ട്, അവരുടെ വീട്ടിൽ അഴുക്ക് തുണികൾ കൂട്ടിയിട്ടത് പോയി എടുത്തുകൊണ്ടുവന്ന് അലക്കി വൃത്തിയാക്കിയിട്ട് വൈകുന്നേരം ആ വീട്ടുകാർ കൊടുക്കുന്ന പഴയ ഭക്ഷണം, ബാക്കി ഭക്ഷണം, ഈ ഭക്ഷണം കൊണ്ടുവന്ന് നീ അറിയാതെ അതിനൊന്ന് മേക്കപ്പ് ചെയ്ത് മോഡിഫിക്കേഷൻ ചെയ്ത്, ഞങ്ങൾ പറയുന്ന പുതിയ വാക്കതാണ്. ഇന്നലത്തെയും മെനഞ്ഞാന്നത്തെയും ഒക്കെ ആഹാര സാധനങ്ങൾ കളയണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എടുത്തു വെക്കും. ആ എടുത്തു വെക്കുന്ന ഭക്ഷണം പുതിയ തലമുറയിലെ മക്കൾ തിന്നാൻ വന്നിരിക്കുമ്പോൾ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുത്തുന്നത് അവർക്ക് ഇഷ്ടമല്ല. അതുകൊണ്ട് നമ്മൾ പുതിയ ഭാഷയിൽ അതിന് മോഡിഫിക്കേഷൻ ചെയ്യും, അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യും. അങ്ങനെ ആരാന്റെ അടുക്കള പണിയെടുത്ത് കഷ്ടപ്പെട്ട് അന്നത്തിനായി പണിയെടുക്കുന്ന, ചിലപ്പോൾ വിധവയായ വാപ്പയില്ലാതെ തന്റെ മടിയിൽ ബാക്കിയാക്കി പോയ ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ച് പണിയെടുക്കുന്ന നമ്മുടെ ഉമ്മമാർ. പ്രിയപ്പെട്ടവരെ, ഉമ്മമാരുടെ മഹത്വത്തെക്കുറിച്ച് നമ്മൾ അറിയണം.